വണ്ടൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിനായുള്ള പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം. TK ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വണ്ടൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഇന്ന് വണ്ടൂർ മാറിയിട്ടുള്ളത്. ഒന്നാമത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന വയനാട്ടിൽപ്പെട്ട ഒരു മണ്ഡലം, ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം, അതിലൊക്കെ ഉപരി അനിൽകുമാറിന്റെ മണ്ഡലമായ വണ്ടൂർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനോ പ്രസംഗിക്കാനോ രാഷ്ട്രീയം പറയാനൊന്നും ഞാനൊരാളെ വന്നില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാലും നമ്മളൊക്കെ കല്യാണ ചടങ്ങുകളിൽ പങ്കെടുത്ത സന്തോഷത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ നിങ്ങളോടൊപ്പം കുറച്ചു നേരം ഒന്ന് പങ്കെടുക്കുക എന്നതുകൊണ്ടാണ് ഞാൻ രണ്ടു വാക്ക് പറയാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം തല കൺവെൻഷൻ പ്രവർത്തകരുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായിരുന്നു. ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ വോട്ടഭ്യർത്ഥിച്ചു. വലിയ രീതിയിലുള്ള ആവേശമാണ് കേരളത്തിലുള്ളത്. ഞാനിന്നലെ തിരുവനന്തപുരത്ത് നമ്മുടെ സഹപ്രവർത്തകരുടെയൊക്കെ നിയോജകമണ്ഡലം കൺവെൻഷനെ കുറിച്ച് അവിടെ പങ്കെടുത്ത നേതാക്കളുമായിട്ടൊക്കെ ആ യോഗങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഓരോ കൺവെൻഷനിലും. പട്ടികക്കാവായാലും നിയമമായാലും അരുവിക്കരയായാലും അങ്ങനെ തുടങ്ങി എല്ലായിടത്തും വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത് സൂചിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ പയ്യാമ്പലം അതുപോലെ തന്നെ കുറ്റ്യാടിയിലും വടകരയിലൊക്കെ നടന്ന കൺവെൻഷൻ. എല്ലാവർക്കും ഒരു ജനവികാരം ഏറ്റവും ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ മുൻകാലങ്ങളിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആവേശം UDFന് അനുകൂലമായ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് കാണുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. KC കുഞ്ഞുമുഹമ്മദ്, KT അജ്മൽ, PT ജബീബ് സുക്കീർ, കാപ്പിൽ മുരളി, ജോജി K അലക്സ, സലാം ഏമങ്ങാട്, MK നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് വണ്ടൂർ. പേയ്മെന്റ് എന്നും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. വരാൻ പോകുന്നത് കൊടും ചൂടാണ്, നോമ്പാണ്. ഏതൊരു സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കീം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പേയ്മെന്റിൽ നിന്ന് 10,000 രൂപയുടെ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്, ഒരു 14,000 രൂപയുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1400 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ഇനി ഒരു 30,000 രൂപയുടെ AC ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 3000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 25,000 രൂപയുടെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടതെങ്കിൽ 2,500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 10,000 രൂപയുടെ ഈ TV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. 15,000 രൂപയുടെ ഇൻവെർട്ടർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1,500 രൂപ വെച്ച് 10 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മാത്രം മതി. ലൈഫ് ടൈം വാറന്റിയുള്ള ചിമ്മിണിയും ഹോമും 10 മാസത്തെ സ്കീമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10,000 രൂപയുടെ നല്ല വാട്ടർ പ്യൂരിഫയറും അവൈലബിൾ ആണ്. 1000 രൂപ വെച്ച് 10 മാസം കൊണ്ട് നല്ല വെള്ളം കുടിച്ച് ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ BLDC ഫാനുകൾ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ സ്കീമിൽ അവൈലബിൾ ആണ്. ഇതൊരു സുവർണാവസരമാണ്. മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. Baymand, making it easy. Valanjeri, phone 9526 001 003.